CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി തർക്കമുണ്ടായെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് AP അനിൽകുമാർ MLA. തർക്കമുണ്ടായതായി കോൺഗ്രസ് നേതൃത്വത്തിലെ ആരും പറഞ്ഞിട്ടില്ല. വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണെന്നും അനിൽകുമാർ പറഞ്ഞു. കിടപ്പുരോഗികൾക്ക് ഉപയോഗിക്കാൻ മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ വോം സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കം. MLA N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ. SKSF പാലക്കാട് ജില്ലാ മനുഷ്യജാലിക തച്ചമ്പാറയിൽ നടന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. കോൺഗ്രസ് രാഷ്ട്രീയ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി തർക്കമുണ്ടായെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് AP അനിൽകുമാർ MLA. തർക്കമുണ്ടായതായി കോൺഗ്രസ് നേതൃത്വത്തിൽ ആരും പറഞ്ഞിട്ടില്ല. വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണെന്നും അനിൽകുമാർ പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു തർക്കമുണ്ടായി. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നേതൃത്വം ആരോ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി കൂട്ടുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെയും അകത്ത് കയറ്റിയിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം വാർത്ത വന്നതോ ഒരുപാട് വാർത്തകൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് KPC പ്രസിഡന്റ് ഒറ്റ വാചകത്തിലാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാണ്. അതിനകത്ത് ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്, മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, സത്യം വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ നാട് ചുറ്റിക്കറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രീയകാര്യ സമിതി പല പ്രാവശ്യം കൂടിയിട്ടുണ്ട്, അപ്പോഴൊന്നും അങ്ങനെ വാർത്ത വന്നിട്ടില്ല. ഇവിടെ പേരെടുത്ത് പറഞ്ഞ വാക്കുകൾ വെച്ചാണ് വാർത്ത വന്നത്. VD സതീശൻ നിങ്ങൾ ആരാണ് എന്ന് AP അനിൽകുമാർ ചോദിച്ചു എന്നാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ശൈലി, എൻ്റെ ഒരു ഭാഷ, എൻ്റെ ഒരു സ്വഭാവം, ഞാൻ സംസാരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ അത്ര ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളുമായി ചേർത്ത് എൻ്റെ നാവും തുമ്പിൽ ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ ആളുകൾ വിശ്വസിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും എനിക്ക് ചേർന്നതല്ല, എൻ്റെ ശൈലിക്ക് ചേർന്നതല്ല. പക്ഷേ അത്തരത്തിൽ മാത്രമല്ല, അതിനപ്പുറത്ത് വന്നു മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി, വൈകുന്നേരം അന്തിച്ചർച്ചയായി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയും ചർച്ച ചെയ്യാനുള്ള വേദി തന്നെയാണ്. അതിനകത്ത് വളരെ വിവിധ തരത്തിലുള്ള ചർച്ച നടക്കും, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് കോൺഗ്രസ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കുക. അപ്പോൾ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും. ഒരേ അഭിപ്രായമാണ് ഈ പ്രശ്നമില്ലല്ലോ, അതല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിലേതാണ് നല്ലത് എന്ന് പരിശോധിച്ചാണ് പിന്നീട് ഒരു കാര്യങ്ങൾ തീരുമാനിക്കുക. CCN മലപ്പുറം. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ. SKSF പാലക്കാട് ജില്ലാ മനുഷ്യജാലിക തച്ചമ്പാറയിൽ നടന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന കാലിക പ്രസക്ത പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വർഗീയവാദികൾക്കും ശക്തികൾക്കും തകർത്താനും കലർത്താനും കഴിയാത്ത ശക്തിയായി റിപ്പബ്ലിക് ദിനത്തിലാണ് വർഷം തോറും മനുഷ്യജാലിക നടത്താറുള്ളത്. MP VK ശ്രീകണ്ഠൻ പതാക കൈമാറി. വർഗീയ വൈരത്തിന്റെ തീക്കാറ്റുകൊണ്ട് വെന്തുരുകുന്ന മനുഷ്യത്വ ബോധത്തിന്റെ മഹാത്മ്യത്തെ മാനവ മനതലങ്ങളിലേക്ക് മനോഹരമായി സന്നിവേശിപ്പിച്ച ജൈനനും മതസൗഹാർദ്ദത്തിന്റെ ഉണർത്തുപാട്ട് പാടിയ ഇന്ത്യ രാജ്യത്തിന്റെ സുന്ദരമായ ഭരണഘടനയെ പൊളിച്ചെഴുതാൻ കടുക കണ്ണുകളുമായി ഫാസിസ്റ്റ് ശക്തികൾ വട്ടമിട്ട് പറക്കുമ്പോൾ കേരളീയ മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത തറവാട്ട് സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തുറ്റ ധാർമ്മിക വിദ്യാർത്ഥി പരാണി SKSF ജാതിമത വർഗവർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി ഏവരും ആദരവോടെ കാണുന്ന അജ്മീർ ദർഗയിൽ വരെ അവകാശവാദവുമായി സംഘപരിവാർ ശക്തികളെ രംഗപ്രവേശനം ചെയ്ത വർത്തമാനകാലത്ത് മാച്ചാന്തോട് മുതൽ താഴെ തച്ചമ്പാറ വരെ നടന്ന മനുഷ്യജാലികയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പടയണി ജനുവരി 26-ന് ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തുമായി 60-ലധികം വരുന്ന കേന്ദ്രങ്ങൾ
സൗഹാർദ്ദത്തിന്റെയും മനുഷ്യജാലികൾ ഒരുക്കുകയാണ്. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താന്റെ പാദസ്പർശനമേറ്റ് അനുഗ്രഹീതമായ പാലക്കാട് ജില്ലയിൽ ഒരു വർഗീയവാദികൾക്കും ഫാസിസ്റ്റ് ശക്തികൾക്കും തകർക്കാനും തകർക്കാനും കൊണ്ട് ശാന്തമാക്കുക. വരത്തിൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിട്ട് ശൈഖുന ശംസുൽ ഊർജ്ജം നൽകി ശൈഖുന കണ്ണീർ ഉസ്താദ് പാലൂട്ടി വളർത്തി ആദർശ കേരളത്തിന്റെ അഭിമാനം പ്രതിസന്ധികൾ തളരാതെ ചിതറാതെ ആദർശമെങ്കിലും കെ ആലിക്കുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. സമസ്ത ജില്ലാ ട്രഷറർ പി കെ ഇമ്പിച്ചിക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഷുഹൈബ് ഹൈത്തമി മുഖ്യപ്രഭാഷണം നടത്തി. MLA N ഷംസുദ്ദീൻ, സന്ദീപ് വാര്യർ, സയ്യിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനിയുള്ള കാലത്തും നമുക്ക് ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും സമുദായത്തിനും ഒക്കെ അതീതമായി ഈ രാജ്യത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ നമ്മുടെ പൂർവ്വസൂരികൾ തൂക്കുകയറിലേറിയും ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു പോരാടിയും നമുക്ക് തേടിത്തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് SKSSF കഴിഞ്ഞ 19 വർഷക്കാലമായി അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ കൂടി ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് CCN മണ്ണാർക്കാട്. മാറു മറയ്ക്കാനുള്ള സമരം നടന്ന നാട്ടിൽ ഇന്ന് മാറു തുറക്കാനാണ് ആധുനിക വക്താക്കൾ സമരം ചെയ്യുന്നത് എന്ന് ഷുഹൈബ് ഹൈതമി. ഇക്കാര്യത്തിൽ നടന്ന സമരങ്ങളെ നിഷേധിക്കാൻ കഴിയില്ലെന്നും ഹൈതമി പറഞ്ഞു. തച്ചമ്പാറയിൽ നടന്ന SKSSF മനുഷ്യജാലികയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഷുഹൈബ് ഹൈതമി. കീഴാള ദളിത് സ്ത്രീകളുടെ മുലക്കണ്ണ് അത് ഇവിടെയുള്ള സവർണ വിഭാഗത്തിന് ദർശന സുഖം പ്രദാനിക്കുന്ന ഉപകരണം മാത്രമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് മാറ് മറച്ചതിന്റെ പേരിൽ ഇന്നിവിടെ സമരം മാറ് തുറക്കാനുള്ള സമരമാണെങ്കിൽ മാറ് തുറക്കാൻ വേണ്ടിയാണ് ആധുനികതയുടെ വക്താക്കൾ സമരം ചെയ്യുന്നത് എങ്കിൽ അധികം പഴയതല്ലാത്ത ഇതേ മണ്ണിന്റെ ചരിത്രത്തിൽ മാറ് മറക്കാനുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ് മറച്ചതിന് കപ്പം പിരിക്കാൻ വന്നപ്പോ 2 മുലയും 2 സ്ഥലവും പാളയിൽ അരിഞ്ഞുകൊടുത്തു നങ്ങേലി. ചോര വാർന്ന് മരിച്ചു നങ്ങേലി. നങ്ങേലിയുടെ ചിതയിൽ മനം നൊന്ന് ആത്മഹത്യ ചെയ്ത് എടുത്തു ചാടി കണ്ടപ്പൻ. അതിലാണ് ഇവിടെ ചാന്നാർ ലഹളയുണ്ടായത്. ആ കാലഘട്ടത്തിൽ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം മലബാറിന് കൊടുത്തത് കേരളത്തിന്റെ ഊടുവഴികളിലൂടെ സഞ്ചരിച്ച ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ കൂടിയാണ് എന്ന് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? CCN മണ്ണാർക്കാട്. സമസ്ത വിദ്യാർത്ഥി വിഭാഗം SKSF മനുഷ്യജാലികയ്ക്ക് അഭിവാദ്യമർപ്പിച്ച മുസ്ലിം ലീഗ്. തച്ചമ്പാറയിൽ നടന്ന പാലക്കാട് ജില്ലാ മനുഷ്യജാലികയ്ക്കാണ് കോങ്ങാട് മണ്ഡലം കമ്മിറ്റി അഭിവാദ്യമർപ്പിച്ചത്. ജില്ലാ മണ്ഡല നേതാക്കൾ നേതൃത്വം നൽകി. സമസ്തയും ലീഗും ഒരേ തൂവൽ പക്ഷികളാണെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. പാലൂട്ടി വളർത്തി ഇന്ന് ആദർശ കേരളത്തിന്റെ അഭിമാനം പ്രതിസന്ധികളിൽ തളരാതെ പതറാതെ ചിതറാതെ ആദർശ മലയാളിയുടെ മുമ്പിൽ മടിയുറക്കാതെ സമസ്ത എന്ന ഉരുക്കുകോട്ടൊക്കെ കാലം നൽകിയ പടനായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുപ്പേഴ തങ്ങളുടെയും ഷെയ്ഖുൽ ജാമിഅ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദിന്റെയും ലീഗിന് സംസ്ഥയും സംസ്ഥക്ക് ലീഗും ഇല്ലാത്ത ഒഴിച്ചുകൂടാനാവാത്ത തരത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഇരു സംഘടനകളാണ്. ഒന്ന് മതസംഘടനയാണ്, മറ്റൊന്ന് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. ലക്ഷ്യമൊന്നാണ് മതസൗഹാർദ്ദം, നാടിന്റെ വികസനം, പരസ്പര സ്നേഹം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അതിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് ഈ അവസരത്തിലൂടെ. CCN മണ്ണാർക്കാട്. ചെത്തല്ലൂരിൽ നിന്ന് കരിമ്പുഴ വഴി പാലക്കാട്ടേക്ക് നടത്തിയിരുന്ന ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന് KSSPU തച്ചനാട്ടുകര യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം KSSPU ജില്ലാ കമ്മിറ്റി മെമ്പർ K മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
തച്ചനാട്ടുകര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിക്കുക. 2024 ജൂലൈ മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും അനുവദിക്കുക. മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് BM പൈലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം KSSPU ജില്ലാ കമ്മിറ്റി മെമ്പർ K മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇപ്പോൾ പുതുതായി സർവീസിൽ കയറുന്ന ആളുകൾ, ഇപ്പോൾ റിപ്പയർ ചെയ്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു പദ്ധതിയാണ് പങ്കാളിത്ത പെൻഷൻ. PFRDA നിയമം പ്രാബല്യത്തിൽ വന്നതിനനുസരിച്ച് ഏറ്റവും വലിയ ഒരു ഹെൽത്തിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു സ്ത്രീയുടെ വാട്സപ്പിൽ നമ്മളത് കണ്ടതാണ്. അവരുടെ പെൻഷനെ സംബന്ധിച്ച് PFRDA നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് 2004 മുതൽ നടപ്പിലാക്കും. 2004 മുതൽ നടപ്പിലാക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് 1980 കാലഘട്ടത്തിൽ ലോകത്താകെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ലോകബാങ്കിന്റെ നിർദ്ദേശമായിരുന്നു പെൻഷൻ സ്വകാര്യവൽക്കരിക്കണം. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ഏരിയ കമ്മിറ്റി മെമ്പർ VV നീലകണ്ഠൻ മാസ്റ്ററെ യോഗം പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. അവശതയനുഭവിക്കുന്ന രോഗികൾക്കുള്ള ചികിത്സാ സഹായ ഫണ്ട് കൈമാറി. പ്രസിഡന്റ് BM പൈലി, സെക്രട്ടറി P റംലത്ത്, ട്രഷറർ NC ഔസേബ് എന്നിവർ പങ്കെടുത്തു. CCN ചെത്തല്ലൂർ. ചെത്തല്ലൂർ അത്തിപ്പറ്റ റോഡിലെ ഐലോക്കി കുളത്തിന് സമീപം അപകട ഭീഷണി ഉയർത്തിയിട്ട് കാലമേറെയായിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപം. കുളത്തിന്റെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് സുരക്ഷാ ഭിത്തികൾ ഇല്ലാത്തതാണ് നാട്ടുകാരുടെ ആക്ഷേപത്തിന് ഇടയാക്കിയത്. കുളത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് കുത്തനെയുള്ള ഇറക്കം കഴിഞ്ഞ വളവിലാണ് കുളത്തിന് സംരക്ഷണ ഭിത്തിയില്ലാത്ത ഭാഗം കിടക്കുന്നത്. സ്കൂൾ ബസ്സുകളും ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും ഭാരം കയറ്റിയ വാഹനങ്ങളും കടന്നുപോകുന്ന പാത കൂടിയാണിത്. കുത്തനെയുള്ള ഇറക്കത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം ഒന്ന് വിട്ടുകഴിഞ്ഞാൽ വാഹനം ചെന്നു വീഴുന്നത് അഗാധമായ കുളത്തിലേക്കാണ്. കുളത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി വേണമെന്നുള്ള ആവശ്യം പല ഗ്രാമസഭകളിലും ഉന്നയിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ല. ഇവിടെ ഇതിനു മുൻപ് ബൈക്ക് കുളത്തിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായതായും നാട്ടുകാർ പറഞ്ഞു. പൊതുജനാവശ്യം മുൻനിർത്തി കുളത്തിനു ചുറ്റും റോഡുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചെത്തല്ലൂർ അത്തിപ്പറ്റവന റോഡിൽ ഐലോക്കിക്കുളം എന്ന് പറയുന്ന കുളത്തിൻ്റെ സമീപം 200 മീറ്റർ കുത്തനുള്ള സ്ഥലം കുളത്തിൻ്റെ സൈഡിന്. ആ കുളത്തിൻ്റെ സൈഡിന് ഒരു 2 അടി പൊക്കത്തിലൊരു മതിൽ കെട്ടണം. അത് കെട്ടിയില്ലെങ്കിൽ ഒരാൾ അങ്ങനെ കുളത്തിൻ്റെ നടുവിലേക്ക് പോയി മൂട്ടുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്തതിൻ്റെ ശേഷം അയാൾ അങ്ങനെ അസുഖത്തിലാണ്. ഇനിയും വരാനുള്ള എല്ലാ സാധ്യതകളും അത് 2 അടി പൊക്കത്തിൽ സൈഡ് കെട്ടണം. CCN ചെത്തല്ലൂർ. വട്ടമണ്ണപ്പുറ MLP സ്കൂളിന്റെയും വട്ടമ്പലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിൽ പിലാച്ചോല പുളിയന്തോട് തടയണയിൽ വെച്ച് വട്ടമണ്ണപ്പുറ MLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകി. ദിവസേനയുള്ള മുങ്ങിമരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ പരിപാലിക്കുന്നതിനും ശരീരത്തിന് അത്യുത്തമമായ നീന്തൽ എന്ന വ്യായാമം സ്വായത്തമാക്കുന്നതിനും ഉതകുന്ന തരത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി വട്ടമ്പലം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MP നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സിവിൽ ഡിഫൻസ് സംഘങ്ങളും സഹായികളായിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ 40 കുട്ടികളെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. മണ്ണപ്പുറം AM-LP സ്കൂളിന്റെ കീഴിൽ വട്ടമ്പലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വന്നുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രദേശത്ത് പുളിയന്തോടിന്റെ ചെക്ക് ഡാമിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നീന്തൽ. കാരണം പല പ്രദേശങ്ങളിലും വെള്ളത്തിൽ മുങ്ങി മരണം സംഭവിക്കുന്നത് കുട്ടികളാണ് കൂടുതലും അതിൽ പെട്ടുപോകുന്നത്. എന്താണെങ്കിലും ഇതിന് മുൻകൈയെടുത്ത നമ്മുടെ വട്ടമണ്ണപ്പുറം സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ ഇതിനുവേണ്ടി എല്ലാ സജ്ജീകരണം ഒരുക്കി തന്ന നമ്മുടെ
ഫയർ ആൻഡ് റെസ്ക്യൂ വട്ടമ്പലം ടീമിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. CCN ചത്തല്ലൂർ. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാൻഡോടുകൂടിയ ഹൈജമ്പ് ലാൻഡിംഗ് മാറ്ററസ് ഒരുക്കി. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഹൈ ജമ്പിന് ലോങ് ജമ്പ് പോലെയല്ല, കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് താഴേക്ക് കുട്ടികൾ ചാടി അവർ താഴെ എത്തുമ്പോൾ അവർക്ക് പല നിലയിലുള്ള ശാരീരികമായ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത്തരം സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു കാലമാണിപ്പോ. പക്ഷെ അത്തരം ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ പ്രാഥമികമായ രീതിയിൽ ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്തു വരികയാണ്, ഹൈ ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അത്തരം കുട്ടികൾക്ക് ഇന്നുള്ള നമ്മുടെ നാടിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൊക്കെ പുരോഗതിയുടെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ അവരിലേക്ക് കൂടി എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി ഉപജില്ലകളുടെ പൊതുവായ പ്രവർത്തനങ്ങൾക്കായി മണ്ഡലത്തില് നമ്മളൊരു ജമ്പും വെട്ടുവാങ്ങുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. MLAയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ തുക വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം വിജിത, PTA പ്രസിഡന്റ് കെ ബാബുരാജ്, MPTA പ്രസിഡന്റ് കെ ശാലിനി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ P മനോജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KR ധന്യ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി A-സോൺ കലോത്സവം മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ ചൊവ്വാഴ്ച തുടങ്ങും. പാലക്കാട് ജില്ലയിലെ 70 കോളേജുകളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മത്സരിക്കും. ജനുവരി 30-ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50 വർഷത്തിനു ശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി A-സോൺ കലോത്സവം മണ്ണാർക്കാട് എത്തുന്നത്. 70 കോളേജുകളിലെ 4000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെയാണ് മത്സരങ്ങൾ നടക്കുക. ജനുവരി 30-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിക്കും. മുഖ്യാതിഥികളായി VK ശ്രീകണ്ഠൻ MP, കോങ്ങാട് MLA K ശാന്തകുമാരി, മുനിസിപ്പൽ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത തുടങ്ങി ജനപ്രതിനിധികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികളും സംഘാടക സമിതി അംഗങ്ങളും പങ്കെടുക്കും. മണ്ണാർക്കാടിനും നജാത്ത് കോളേജിനും അഭിമാനം പകരുന്നതാണ്, ആവേശം പകരുന്നതാണ്. ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാട് MES കോളേജ്, ചിറ്റൂർ ഗവൺമെന്റ് കോളേജ്, പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെ ഒട്ടേറെ ഗവൺമെന്റ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളും ട്രെയിനിങ് കോളേജുകളും ഉൾപ്പെടുന്ന ഈ കലാമാമാങ്കത്തിലേക്ക് മണ്ണാർക്കാട്ടെ ഗൗരാവലിയെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ ഈ പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നജാത്ത് കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഹംസ, സംഘാടക സമിതി ഭാരവാഹികളായ ഗിരീഷ് ഗുപ്ത, മുഹമ്മദ് അസ്ലം, സലീല, ഐഷ മറിയം, അബ്ദുറഹ്മാൻ, റാഷി കൊങ്ങത്ത്, ആദിൽ, റിസ്വാൻ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ക്ലബ് വീണ്ടും മാതൃകാപാതയിൽ. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 23-24 വർഷത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് ക്യാമ്പുകളും അതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തിവരുന്ന ഒരു സംഘടനയാണ്. അപ്പം അതിന്റെ ഇന്ന് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം അഹല്യയുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് റിയാസ് തങ്ങൾ, ക്ലബ്ബ് രക്ഷാധികാരി ജാഫർ മച്ചിങ്ങൽ, ജോയിന്റ് സെക്രട്ടറി VP സജീർ അലി, മെമ്പർമാരായ ഷോപിൻ, KK അഷറഫ്, അർഷാദ്, നജീബ് തുടങ്ങി മറ്റു മെമ്പർമാരും നേതൃത്വം നൽകി. പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് അഹല്യ കണ്ണാശുപത്രി കുന്തിപ്പുഴ മണ്ണാർക്കാടുമായി സഹകരിച്ച് സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CCN മണ്ണാർക്കാട്. താഴേക്കോട് മണ്ഡലം 16-ാം വാർഡ് കൺവെൻഷൻ പൂവത്താണിയിൽ വെച്ച് നടന്നു. KPCC മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു.
അവരുടെ ജീവന്റെ വിലയാണ് ഈ രാജ്യത്തെ മതേതരത്വം. ആ മതേതരത്വത്തെ, ആ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ ആര് ശ്രമിച്ചാലും നമ്മുടെ ഒക്കെ നേതാക്കന്മാരുടെ രക്തമാണ് ഇതിനു വേണ്ടി ചിന്തിയതെന്ന ബോധ്യത്തോടുകൂടി അതിനെതിരെ ശക്തമായ പ്രതിരോധം പുലർത്താൻ MBBS കരസ്ഥമാക്കിയ ഡോക്ടർ മുഹമ്മദ് സാഹിൽ, ഡോക്ടർ ഹനിയ മുഹമ്മദ് എന്നിവർക്ക് ചടങ്ങിൽ INTUC താഴേക്കോട് മണ്ഡലം കമ്മിറ്റി മൊമന്റോ നൽകി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി സുബൈർ, മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പാലോത്ത് ഫൈസൽ, UDF ചെയർമാൻ P പത്മനാഭൻ, മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ പുൽക്കട മണി, സെക്രട്ടറിമാരായ ചിലമ്പുക്കാടൻ വാപ്പനു, രാധാകൃഷ്ണൻ അമ്മിനിക്കാട്, മറ്റു മണ്ഡലം വാർഡ് പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വാർഡിന്റെ പ്രസിഡന്റായി നിജീഷ് വട്ടപ്പറമ്പിലിനെ തിരഞ്ഞെടുത്തു. CCN പെരിന്തൽമണ്ണ. കിടപ്പ് രോഗികൾക്ക് ഉപയോഗിക്കാൻ മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ വോം സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കം. MLA N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അപ്പം നമ്മൾ മണ്ണാർക്കാട്ടുകാരായ എല്ലാവരും കൂടി ചേർന്ന് മണ്ണാർക്കാട്ടെ സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ള ഒരു ശബ്ദം, അതുപോലെ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകേണ്ട വികസനങ്ങൾ, പുരോഗതികൾ, അല്ലെങ്കിൽ വികസന പുരോഗതികളുടെയൊക്കെ രംഗത്തുള്ള തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ആ ഗ്രൂപ്പിലൂടെ പുറത്തു വരുന്നത്. തീർച്ചയായും അതൊരു ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ നാടിൻ്റെ ശബ്ദമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും. ആ കാര്യത്തിലും വോയിസ് ഓഫ് മണ്ണാർക്കാട് പിറകിലുണ്ട്. ഈ കൂട്ടായ്മയിലൂടെ നിരവധി ആളുകൾക്ക്, രോഗികൾക്ക്, മറ്റ് സാമ്പത്തിക പരാധീനതകളുള്ളവർക്ക് ഒക്കെ സഹായം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി വിചാരിച്ചാൽ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്കൊക്കെ ആ മനസ്സുണ്ടാവും, ഒരാളൊരു പ്രയാസം അനുഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അയാളെ സഹായിക്കണം. അപ്പോൾ പലതുള്ളി പെരുവെള്ളം നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ഈ നാട്ടിലുണ്ടായി. ഈ ടെക്നോളജി വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണത്. സാമൂഹ്യ സാംസ്കാരിക ചാരിറ്റി പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള വാട്സാപ്പ് കൂട്ടായ്മയായ വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ ഉപകരണങ്ങൾ സൗജന്യമായി എത്തിച്ചു നൽകുന്ന പദ്ധതിക്കാണ് വോയിസ് ഓഫ് മണ്ണാർക്കാട് 10ാം വാർഷികത്തിൽ തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി വീൽചെയർ, എയർ വാട്ടർ ബെഡ്, കട്ടിൽ, വാക്കർ, വാക്കിംഗ് സ്റ്റിക്ക്, ബാത്റൂം ചെയർ, ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ സേവനം തുടരുന്ന വ്യക്തികളെ ആദരിച്ചു. മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ വിശിഷ്ടാതിഥിയായിരുന്നു. വോയിസ് ഓഫ് മണ്ണാർക്കാട് രക്ഷാധികാരികളായ ഡോക്ടർ KA കമ്മാപ്പ, M പുരുഷോത്തമൻ, ചെയർമാൻ രമേശ് പൂർണിമ, ഹുസൈൻ കളത്തിൽ, ഗഫൂർ പൊതുവത്ത്, ശ്രീവത്സൻ, അബു മണ്ണാർക്കാട്, നസീർ തെങ്കര തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യമുയർത്തി SDPI ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി അംബേദ്കർ സ്ക്വയർ നടത്തി. പരിപാടി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ആത്മാവ് നമ്മുടെ ഭരണഘടനയാണ്. ഇത് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണല്ലോ. ഈ അവസരത്തിൽ നിങ്ങളിത് പറയാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം എന്താണ് എന്ന് ഒരുപക്ഷെ നമ്മളെല്ലാവരും സംശയിക്കുന്നുണ്ടാവും. SDTU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം, വുമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ബാബിയ ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. CCN ഒറ്റപ്പാലം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 9ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 29, 30, 31, ഫെബ്രുവരി 1 തീയതികളിലായി മലപ്പുറത്ത് വെച്ച് നടക്കും. മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നിർമ്മിച്ച സ്നേഹഭവനം 29-ന് വിധവയായ ഒരു പ്രീ പ്രൈമറി ടീച്ചർക്ക് കൈമാറും. 30-ന് രാവിലെ സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം മുൻ KPCC പ്രസിഡന്റ് K മുരളീധരനും ഉദ്ഘാടനം ചെയ്യും. 30-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ സാധാരണക്കാരുടെ എല്ലാ ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്ന ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കിയ
പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരെ സംബന്ധിച്ച് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ പാക്കേജ് ഉൾപ്പെടെ നടപ്പിലാക്കിയ ശ്രീ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ പൂക്കോട്ടൂരിലെ വള്ളുവമ്പുറത്ത് 2 പെൺമക്കളുടെ അമ്മയായ വിധവയായ ഒരു പ്രീ പ്രൈമറി അധ്യാപികയ്ക്ക് 15 ലക്ഷം രൂപ മുടക്കി ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ്, ജനറൽ സെക്രട്ടറി പി.കെ. അരവിന്ദൻ, വൈസ് പ്രസിഡന്റ് ബി. സുനിൽകുമാർ, സെക്രട്ടറി പി. വിനോദ് കുമാർ, ജില്ലാ പ്രസിഡന്റ് കെ. വി. മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി വി. രഞ്ജിത്ത്, വി. കെ. ഷഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. KSSPU ആലിപ്പറമ്പ് 33ാം മേഖലാ സമ്മേളനം നടന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് സെക്രട്ടറി കെ. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി. കെ. മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. കെ. വാസുദേവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി. കെ. ശങ്കരനാരായണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ. വാസുദേവനെ സെക്രട്ടറിയായും പി. കെ. മുഹമ്മദ് കുട്ടിയെ പ്രസിഡന്റായും യു. ഉണ്ണികൃഷ്ണനെ ട്രഷററായും പുതിയ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ആലിപ്പറമ്പ് പള്ളിക്കുന്ന് ഹൈസ്കൂൾ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. CCN പെരിന്തൽമണ്ണ. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ആ നിമിഷത്തിന്റെ ആഹ്ലാദത്തിലാകും ഈ 50 വർഷം പൂർത്തിയാകുന്ന വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് വീണ്ടും എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മളെല്ലാവരും കടന്നു പോകുന്ന കാലം എന്ന് പറയുന്നത് വളരെ സവിശേഷതയാർന്ന ഒരു കാര്യമാണ്. കാലം നമുക്കാർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു ഒഴുക്കാണ്, ജീവിതയാത്രയാണ്. ആ യാത്രയിലൂടെ നമ്മൾ അങ്ങനെ ഒഴുകിപ്പോവുകയാണ്. ആ ഒഴുക്കിനിടയിൽ നമ്മൾ എന്തുമാത്രം വ്യത്യസ്തമായിട്ടാണ് രൂപമാറ്റം വരുന്നത് എന്നത് ആ കാലം മാത്രം സാക്ഷ്യപ്പെടുത്തി പോകുന്ന കുറേ ഘട്ടങ്ങളാണ്. ഒരു കുട്ടിയായി നമ്മൾ വന്നത്, ആ കുട്ടിക്കാലത്തെ നമ്മുടെ ഓർമ്മകൾ, ഈ വിദ്യാലയത്തിൽ നിങ്ങൾ പഠിച്ച ഒരു കാലം, അന്ന് നിങ്ങൾ ഓടിക്കളിച്ച ഒരു ഗ്രൗണ്ട്, അന്ന് നമ്മൾ ഇരുന്ന ഒരു ക്ലാസ് മുറി, നമ്മൾ ഒരുമിച്ച് ഉച്ചഭക്ഷണം പങ്കുവെച്ച് കഴിച്ച ഒരു ബെഞ്ച്, ആ ബെഞ്ചിന്റെ കാലൊടിഞ്ഞ ഓർമ്മകൾ, അവിടെ നിന്ന് നമ്മുടെ അധ്യാപകന്റെ ഓർമ്മകൾ. നിങ്ങൾ നോക്കൂ, ഒരു കാലത്ത് അധ്യാപകൻ എന്ന നമ്മുടെ ഓർമ്മ പോലും ഒരു വടിയായിരുന്നു. ആയിരങ്ങൾക്ക് അറിവ് പകർന്ന ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നത്. ഞെരളത്ത് ഹരിഗോവിന്ദന്റെ കാവ്യാലാപനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. സ്വാഗത സംഘം ചെയർമാനും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KT അഫ്സൽ അധ്യക്ഷത വഹിച്ചു. 2024 മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന R. ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും മനസ്സിന്റെ ചില്ലകളില് സൗഹൃദം ഇങ്ങനെ പച്ചവറ്റാതെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ഒത്തുകൂടിയത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, ഓർമ്മിക്കുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് കലാലയ ജീവിതം തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, 10ാം ക്ലാസ്സുകാരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പ് ഇങ്ങനെ കൂടുമ്പോൾ, ടൂറായാലും ഒന്നിച്ചിരിക്കലുകളായാലും ഏറ്റവും അധികം സന്തോഷിക്കുന്നതാണ്. ഞാൻ എന്നേക്കാൾ സന്തോഷിക്കുന്നതായിട്ട് കാണാറുള്ളത് എൻ്റെ ഭർത്താവിൻ്റെയാണ്. അവരുടെ ക്ലാസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും കുട്ടികളായിട്ട് മാറി തമാശകൾ പറഞ്ഞും പരസ്പരം പാര വെച്ചും കുസൃതികൾ കൈമാറിയും അവരിങ്ങനെ ആ കുട്ടിക്കാലത്തേക്ക് അവർ കുട്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. കാരണം ആ ഗ്രൂപ്പിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ പെരുമാറ്റം ഞാൻ കാണുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ഞാൻ അതാണ് ആഘോഷിക്കുന്നത്. അവർ എത്രത്തോളം മറ്റുള്ള തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ എത്ര സജീവമായി നിൽക്കുന്നു, എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നതെന്ന് ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി കാണാറുണ്ട്. ചടങ്ങിൽ സ്കൂളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ C. ബാലസുബ്രഹ്മണ്യൻ, ജനറൽ കൺവീനർ SK മീര നായർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ NP കൃഷ്ണകുമാർ, SMC ചെയർമാൻ സക്കീർ ഹുസൈൻ, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ സത്താർ ആനമങ്ങാട്, സാജിദ് മാടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അടുത്തത് വിശിഷ്ടാതിഥിക്കുള്ള CCN പെരിന്തൽമണ്ണ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി തർക്കമുണ്ടായെന്ന വാർത്ത മാധ്യമസൃഷ്ടിയെന്ന് AP അനിൽകുമാർ MLA. തർക്കമുണ്ടായതായി കോൺഗ്രസ് നേതൃത്വത്തിലെ ആരും പറഞ്ഞിട്ടില്ല. വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണെന്നും അനിൽകുമാർ പറഞ്ഞു. കിടപ്പുരോഗികൾക്ക് ഉപയോഗിക്കാൻ മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന വോയ്സ് ഓഫ് മണ്ണാർക്കാടിന്റെ വോം സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കം. MLA N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ. SKSF പാലക്കാട് ജില്ലാ മനുഷ്യജാലിക തച്ചമ്പാറയിൽ നടന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.